ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം അധികൃതരും അടങ്ങിയ സംഘം നടത്തിയ സ്വർണ്ണക്കൊള്ള തിട്ടപ്പെടുത്താൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഹൈക്കോടതി അനുമതി. അതേസമയം ദേവസ്വം വിജിലൻസ് സ്വമേധയാ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 2017 സ്വർണ്ണക്കൊടിമരം പുതുക്കി സ്ഥാപിച്ചതിൽ സംസ്ഥാന വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. ഇതോടെ LDF ഭരണത്തിലെ സ്വർണ്ണപ്പാളിക്കൊള്ളയും UDF ഭരണത്തിലെ സ്വർണ്ണ കൊടിമരം നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അജണ്ടയായി മാറും. കൊടിമര പ്രതിഷ്ഠയുടെ പേരിൽ സ്വർണവും പണവും ദുരുപയോഗം ചെയ്തിരിക്കാമെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. കുറ്റകൃത്യം സ്ഥിരീകരിക്കാനുള്ള പ്രാഥമിക അന്വേഷണത്തിനായി സമർത്ഥരായ ഉദ്യോഗസ്ഥരുടെ ടീമിനെ നിയോഗിക്കാൻ ജസ്റ്റിസുമാരായ V. രാജ, വിജയരാഘവൻ, KV. ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് വിജിലൻസ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. 2016 മുതലുള്ള ദേവസ്വം റെക്കോർഡുകളും മഹസറുകളും മറ്റു തെളിവുകളും പിടിച്ചെടുത്ത വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറണം. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം. വിഷയം 19-ന് പരിഗണിക്കും. അന്ന് SITയിലെ SP S. ശശിധരനും ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ V. സുനിൽകുമാറും നേരിട്ട് ഹാജരാകണം. എസ്റ്റിമേറ്റ് പ്രകാരം 3.21 കോടി രൂപ ഹൈദരാബാദ് ആസ്ഥാനമായ ഫിനിക്സ് ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നൽകിയിരുന്നു. 9.161 കിലോ തങ്കം കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ നിന്ന് SBI കൊച്ചി വില്ലിംഗ്ടൺ ശാഖ വഴി ദേവസ്വം ബോർഡ് വാങ്ങി. പത്തനംതിട്ട ധനലക്ഷ്മി ബാങ്കിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേരിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. എന്നാൽ പലരിൽ നിന്ന് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പണവും സ്വർണവും ഉന്നതർ കൈമാറ്റി. ഇതിൽ ഒരു നടൻ നൽകിയ സ്വർണവും നിർമ്മാതാവ് നൽകിയ സ്വർണ്ണ ബിസ്ക്കറ്റുകളും ഉൾപ്പെടും. സ്വർണം നൽകിയ 27 പേരുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. സ്വർണം നൽകിയവർക്ക് അളവടക്കം വിശദമാക്കുന്ന ഫോം രസീത് നൽകുന്നതിൽ വീഴ്ച വരുത്തി. വ്യക്തിഗത അളവും സൂക്ഷിച്ചില്ല. 2017 പ്രയാർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായ ദേവസ്വം ബോർഡാണ് കൊടിമര പുനർനിർമ്മാണം നടത്തിയത്. സ്വർണ്ണക്കൊള്ളയുടെ യഥാർത്ഥ ആഴം കണ്ടെത്താൻ കൂടുതൽ ശാസ്ത്രീയ പരിശോധന വേണമെന്ന SITയുടെ ആവശ്യം ഹൈക്കോടതി അനുവദിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.